നമസ്കാരം. സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നടുക്കുന്ന റോഡിലേക്ക് നിന്ന കാരമരം കൂടി മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് കാരമരം കൂടി ഇപ്പോൾ മുറിച്ചു മാറ്റപ്പെടുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങൾ കണ്ടത്. വളരെ അപകട സാധ്യത കൂടിയ ഒരു മരമായിരുന്നു. അത് ഞങ്ങൾ രാവിലെ തന്നെ മണ്ണ് ഗവേഷണ ഉദ്യോഗസ്ഥരുമായി സാക്ഷി ടി വിയുടെ റിപ്പോർട്ടർമാരായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ആവശ്യപ്രകാരം അവർ അംഗീകരിച്ചു. അപകടം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി അവർ ആ മരവും മുറിച്ചു മാറ്റുന്നു. മാറിയില്ല ഇഗ്നോറേ. ഈ കൂടെ കൊണ്ടാണ് ഈ പൊട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സാക്ഷി ടി വിയുടെ
ഏറെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ ഇവിടെ വന്ന് ഞങ്ങൾ കാണുന്ന സമയത്ത് കാരമരവും വളരെ അപകട സാധ്യത സൃഷ്ടിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും അവർ പകുതിയോളം ആ മരവും ഇന്നത്തെ കാറ്റിൽ വീണ് തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ അവർ നമ്മുടെ അഭ്യർത്ഥന മാനിക്കുകയും അത് ആ മരവും കൂടി മുറിച്ച് മാറ്റപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന റോഡിലേക്ക് മറിഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ തന്നെ 2 മരങ്ങളാണ്, അത് മുറിച്ച് മാറ്റപ്പെട്ടു. ഇനിയും JCB എത്തിയിട്ടുണ്ട്. അല്പസമയം JCBക്ക് സഹായത്തോടുകൂടി ഇവിടെ കിടക്കുന്ന ഈ ആൽമരത്തിൻ്റെ കഷ്ണങ്ങൾ നീക്കി മാറ്റി ഗതാഗത കാൽനട സഞ്ചാരയോഗ്യമാക്കും. അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഈ തത്സമയങ്ങൾ ഹ്രസ്വമായി കുറച്ച് അത് നിങ്ങളെ പ്രേക്ഷകർ എത്തിക്കുന്നതാണ്. വളരെ ഈ കാലവർഷം നമ്മുടെ ചടയമത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി മേഖലകളിൽ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. വൈദ്യുതി മുടങ്ങിയിട്ട് ഇന്ന് കൂടിയാകുമ്പോൾ 2ാമത്തെ ദിവസമായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം തന്നെ പമ്പ് ചെയ്യാൻ കഴിയാതെ പലരും കുടിവെള്ളത്തിനായിട്ട് വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് KCBയുടെ ഭാഗത്തുള്ള നിരവധി മരങ്ങൾ വീണ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് പോസ്റ്റുകൾ മറിഞ്ഞിട്ടുണ്ട്. ഈ മരങ്ങൾ വീണതോടുകൂടി കാറ്റാടി മരങ്ങൾ വീണതോടുകൂടി മരങ്ങൾ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KCBക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഓരോ പ്രദേശത്തെയും മരങ്ങൾ വീണ് കിടക്കുന്നത് ഇതുപോലെ തന്നെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം KCBയുടെ എല്ലാ ജീവനക്കാരും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ ജോലി ചെയ്തു വരികയാണ്. അവരും യാതൊരു ഉദാസീനതയും കാണിക്കാതെ വളരെ ഗൗരവമായിട്ട് ഈ കാലാവസ്ഥ കരുതിയെ അവർ കണ്ടിട്ടുണ്ട്. അവർ അതിനു വേണ്ടി പല മേഖലകളിലും ഈ പ്രതികൂല കാലാവസ്ഥയെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറുമൊക്കെ നമുക്ക് വൈദ്യുതി മേഖലയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. കുറച്ച് മേഖലകളിൽ കഴിയുമെന്നാണ് അല്പസമയത്തിന് മുമ്പ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും എല്ലാ ഉദ്യോഗസ്ഥരും അതിനുള്ള പരിശ്രമത്തിലാണ്. നമ്മുടെ എല്ലാ ഉപഭോക്താക്കളും സഹകരിക്കണം. ഇതുപോലെ വലിയ മരങ്ങളാണ് വിവിധ മേഖലകളിൽ വീണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുറിച്ചു മാറ്റപ്പെടാൻ ജോലിക്കാരെയും കിട്ടാൻ താമസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരും ഒപ്പം നിൽക്കുക, സഹകരിക്കുക. അല്പസമയത്ത് JCB വന്ന ഈ തടിക്കഷ്ണങ്ങളിൽ നിന്ന് മാറ്റുന്ന ദൃശ്യം കൂടി നിങ്ങളിലെത്തിക്കും. ഇപ്പോൾ ഈ തത്സമയം നിർത്തുന്നു. നന്ദി, നമസ്കാരം.